എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും മിഥുനെ നന്നാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. ശരിയാക്കാൻ അവനെന്താ കുഴപ്പം? ഇവിടെ വന്നപ്പോ മുതൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്താ മക്കളെ പ്രശ്നം? അമ്മയോട് തുറന്നു പറ. അമ്മ ഇങ്ങനെ ടെൻഷനാവാതെ. മിഥുന് കുഴപ്പമൊന്നുമില്ല. എന്നാലും അയാളുടെ അമ്മയാണല്ലോ ഇവിടുത്തെ ഭരണം. ആന്റിയുടെ മുമ്പില് മിഥുനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കണമെന്ന് ഞാൻ ഇവളോട് പറയായിരുന്നു. അല്ലേ മോളെ? അതെ അതെ. മിഥുനെ എൻ്റെ അമ്മായിയമ്മയിൽ നിന്നും ആ ദുഷ്ടത്തി ചൈത്രയിൽ നിന്നൊക്കെ ഞാൻ അടർത്തിയെടുക്കും ചേച്ചി. അതിന്റെ പേരില് നീ ഈ കുടുംബത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് മോളെ. അച്ഛൻ തനിയെ കുടിച്ചതല്ല അമ്മേ, അച്ഛനെ കുടിപ്പിച്ചതാ. ഈ കുപ്പി വാങ്ങിച്ചോണ്ട് വന്നത് ആ ഓവർ സ്മാർട്ടുകാരൻ അർജുന. അയാൾ ഇത് കൊണ്ടുവരുന്ന ഞാൻ കണ്ടായിരുന്നു. അയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ പറയാതെ അയാൾ വാങ്ങിക്കൊടുക്കില്ലല്ലോ. ഈ കുപ്പി അച്ഛന് കൊടുത്തത് അർജുനും ചൈത്രയും ചേർന്ന. അതുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? അമ്മയ്ക്കത് മനസ്സിലായില്ലേ? അച്ഛനെ കുടിപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ കീർത്തിയെ നമ്മളെ നാണം കെടുത്താനായിരുന്നു അവരുടെ പ്ലാൻ. അർജുനെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിച്ചതിന് പിന്നിലെ ബുദ്ധി ചൈത്രയുടെ അല്ല, ആ ദിവ്യപ്രഭയുടെയാ. ഇത്തരം കൊനിഷ്ഠ പിടിച്ച വഴികളെ ആ രാക്ഷസിയുടെ തലയിലേ വരൂ. മോളെ, മുതിർന്നവരെ കുറിച്ച് പറയുമ്പോ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. ആന്റിന്ന് വേണം വിളിക്കാൻ. വളരെയധികം ടീക്ക്. ആന്റി, അവരെ ഇപ്പൊ എന്റെ കയ്യിലോട്ട് കിട്ടിയാലുണ്ടല്ലോ, കാലില് തൂക്കി നിലത്തടിച്ച് തറയിലിട്ട് ചവിട്ടി കൂട്ടി അവരുടെ നെഞ്ചത്ത് താണ്ടവാടി ഞാൻ. അവരുടെ ഒരു മുറി ഹിന്ദി. ഇത്രയും വിഡ്ഢിയായൊരു സ്ത്രീ ഹിന്ദി സിനിമയിൽ പോലും ഉണ്ടാവില്ല.